ചെമ്മീനപ്പം നല്ല വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് ഇങ്ങനെ ഇതിൻ്റെ തലഭാഗം കൂടി നമ്മൾ കറിയിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം അത് വേറെ തന്നെ ടേസ്റ്റാണ് ഇങ്ങനെ ചെമ്മീൻ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ. 1 ടീസ്പൂണ് ചെമ്മീനിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതിലേക്ക് 1.5 ടീസ്പൂണ് മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചെമ്മീനിലേക്ക് നല്ല ഉപ്പും എരിവെല്ലാം പിടിക്കാനാണ് ഇങ്ങനെ ആദ്യം ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് പൊടികളൊന്ന് കുറച്ച് ചൂടാക്കി എടുക്കണം. അതിന് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. അപ്പോൾ പൊടി ജസ്റ്റ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം പൊടിയും ഇത്ര തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടിയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പോൾ അരക്കുമ്പോൾ ഞാൻ കുറച്ച് ഇത്ര പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒന്നിച്ചിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മണ്ണിൻ്റെ ചട്ടിയിൽ മീൻകറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ്. പിന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1/2 കഷ്ണം സവാള നീളത്തിൽ അരിഞ്ഞത്, 1 തക്കാളി, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 1 പച്ചമുളക്. അതെല്ലാം നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മീനിലേക്ക് ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കറിയുടെ അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പം ചെമ്മീൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കറി നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂണ് വറുത്ത ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അവസാനം കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് 4-5 ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള ചെറുങ്ങനെ മുറിച്ചിട്ടെടുത്താലും മതി. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.